വർഷങ്ങൾ വരെ ഒരു ദിവസം നശിക്കുന്നു, പുതുതായി സൃഷ്ടിക്കുന്നു. അപ്പം പുതുതായി സൃഷ്ടിക്കാൻ എന്താണ് ആവശ്യം? നല്ല ഭക്ഷണമാണ്. മനസ്സിലായില്ലേ? രോഗാവസ്ഥയിൽ നിന്ന് മാറണമെങ്കിലും രോഗം വരാതെ സൂക്ഷിക്കണമെങ്കിൽ ഭക്ഷണത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ഇപ്പം നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിലായിരിക്കും നമ്മുടെ യുക്തി. അപ്പോൾ ശരീരത്തിൻ്റെ ബേസിക് യൂണിറ്റ് കോശങ്ങളാണെങ്കിൽ കോശങ്ങളെ നന്നാക്കാൻ റോ മെറ്റീരിയൽസ് മാത്രമേ സാധിക്കുള്ളൂ. വേവിച്ച ആഹാരം കുറക്കുക, വേവിക്കാത്ത കൂട്ടുക. അപ്പോൾ അതിൽ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം? പച്ചയായിട്ട് സാധനങ്ങൾ കുറച്ച് കഴിക്കാം. ചെറുപയർ അല്ല, ചെറുപയറിന് വേറെ ദോഷമുണ്ട്. അപ്പോൾ ഞാൻ മരുന്ന് കൊടുക്കുന്ന ചില ആളുകളൊക്കെ പറയൽ ചെറുപയർ, പരിപ്പ്, കടല ഈ 3 സാധനം ഉപേക്ഷിച്ചാലേ എനിക്ക് മരുന്ന് തരുന്നതാണ്. എന്താ കാരണം അറിയാം? നമ്മളധികം ആളുകൾ ചെറുപയർ പെട്ടെന്ന് വേഗം വേവിച്ച് എടുത്ത് കഴിക്കും. അപ്പോൾ ചെറുപയർ കഴിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതും വിഷാംശമുള്ള സാധനം തന്നെയാണ്. അത് കൊണ്ടുവരുന്നത് സൂക്ഷിക്കുന്നത് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇത് എന്താക്കണം? നമ്മൾ ആൽക്കലൈനാക്കി മാറ്റുക. ഈ അന്നജം കുറയ്ക്കുക ഭക്ഷണത്തിൽ. ഇതിൽ ആൽക്കലൈൻ ഭക്ഷണമാക്കി മാറ്റുക. അതെങ്ങനെ ആക്കാൻ പറ്റും? രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരം ഊറ്റി വെച്ച് രാവിലെ മുള വന്നതിന് ശേഷം മാത്രം കഴിച്ചാൽ മാത്രമേ ശരീരം ഉൾക്കൊള്ളൂ. ആ ഭക്ഷണത്തിന് മാത്രമേ നമ്മുടെ ശരീരത്തിൽ സ്ഥാനമുള്ളൂ. അതെ. അപ്പോൾ മുതിരേൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ 2 ധാന്യങ്ങൾ കഴിക്കാൻ പറയും. ഒന്ന് മുതിര, ഒന്ന് ഉഴുന്ന്. ഉഴുന്നിന് വേറെ സ്വഭാവമുണ്ട്. വാദവേദന മാറ്റും, കുറക്കും. ഉഴുന്നിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഉഴുന്ന് കഴിക്കാൻ ഞാൻ പറയും. അപ്പോൾ ഈ മുതിര കഴിക്കാം മുളപ്പിച്ചിട്ട്. മുതിര നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ നമ്മുടെ കൊഴുപ്പ് മാറും പറയും. നിങ്ങൾ വേണമെങ്കിൽ ഇനി 3 ആഴ്ച ഷുഗറിനെ മാറ്റിക്കാൻ പറയും. ഷുഗറിനെ തടയാൻ വേണ്ടി കഴിയുമെന്ന് പറയുന്നുണ്ട്. അതെ. കൊഴുപ്പിനെ മാറ്റാനുള്ള ശേഷി മുതിരക്കുണ്ട്. അത് മാത്രമേ ശരീരബലം കൂടുകയും ചെയ്യും. അത് നമ്മൾ മുതിര കാലിക്കൊടുക്കും, നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കും. അല്ലേ? അങ്ങനല്ലേ കഥ? അപ്പോൾ ഓരോ ഭക്ഷണത്തിന് ഓരോ സ്ഥാനമുണ്ട്, ഇല്ലേ? അപ്പോൾ ഭക്ഷണം നമ്മൾ മാറിപ്പോയാൽ നമുക്ക് തന്നെ അറിയാം. നമ്മൾ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നവർ കുറവാണ്. ഇപ്പോൾ പ്രമേഹത്തിനൊരു ഡോക്ടറടുത്ത് പോയി ചെക്ക് ചെയ്താൽ ആ ഡോക്ടർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മണ്ണിൻ്റെ അടിയിൽ കഴിക്കരുത്, പഴങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ്, അല്ലേ? അപ്പോൾ അത് പറഞ്ഞ് ശരിയാണോ? എന്തുകൊണ്ടങ്ങനെ പറയുന്നത്? ഡോക്ടർ പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ എന്തുകൊണ്ട് പെക്ടോസ് വേണം. പെക്ടോസ് കിട്ടുന്ന ഏക വഴി പ്രകൃതി മധുരമാണ്. അത് കഴിച്ചിരിക്കണം. കഴിച്ചില്ലെങ്കിൽ കുഴഞ്ഞു വീണിട്ട് മരിക്കും. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ എന്താ പറയുക? നിങ്ങൾ പഴങ്ങൾ കഴിച്ചിരിക്കണം. കുമാർജി, 100% മായമില്ലാതെ ഏതാണ് പച്ചക്കറി പ്രകൃതിയിൽ? അല്ല, ഞാൻ മായത്തിൻ്റെ പച്ചക്കറിയുടെ കാര്യമല്ല പറയുന്നത്. ഞാൻ പറയാം കേട്ടോ, ലാസ്റ്റൊക്കെ ചോദിച്ചോ കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നതിൽ 75% വേവിക്കാത്തതും 25% വേവിച്ചതും കഴിക്കുന്നതാണ്. അങ്ങനെ കഴിക്കുന്നവരാരും ഉണ്ടാവില്ല. എന്നാൽ ഒരു 60-40 തോലെങ്കിലും എല്ലാവരും ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് വേറെ പ്രത്യേകത. നമ്മൾക്കിപ്പോൾ വരുന്ന ഇറ്റലിയിൽ നിന്നും മറ്റേ ആടുന്നതെല്ലാം ഈ ഭക്ഷ്യവസ്തുക്കൾ വരുന്നത്, അല്ലേ? കപ്പലിലും മറ്റേ ബത്തക്ക നമ്മുടെ നാട്ടിലില്ലാത്ത കാലത്ത് വസ്തു ചക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകം പറയുന്ന ഒരു സംഭവം നമ്മുടെ നിങ്ങൾ സംസാരിക്കില്ലേ? നമ്മുടെ മണ്ണിൽ നിന്ന് ഊർജ്ജമെടുത്ത് നമ്മളെ കാലാവസ്ഥയിൽ വിളയുന്നതാണ് നമ്മുടെ ഭക്ഷണം. അതൊരു തത്വമാണ്. അതാദ്യം മനസ്സിലാക്കുക. 5000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ അപ്പുറത്ത് വരുന്ന ഭക്ഷണ സാധനം നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമുക്കും യോജിച്ചതല്ല. നമ്മുടെ മണ്ണിൽ നിന്ന് ഊർജ്ജം എടുത്തിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ തന്നെ വിളയുന്നതാണ് നമ്മുടെ ഭക്ഷണം. അതിന് ശ്രദ്ധിക്കുക. മായം കലർന്ന കാര്യമല്ല പറയുന്നത്. മായം കലരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മായം കലർന്നെങ്കിൽ നിങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത്. രാസവസ്തുക്കളും വിഷം കീടനാശിനിയും ഒരേപോലെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. ഇന്ന് രാസവസ്തുക്കൾ വളരെ ചുരുങ്ങി ഉപയോഗിക്കുന്നവർ കുറവാണ്. എന്നാൽ ഉൽപ്പാദനം കൂടണം. ജനങ്ങളുടെ ആവശ്യത്തിന് ഇഷ്ടംപോലെ ഭക്ഷണ സാധനം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു വ്യവസായ ലോകമായിട്ട് മാറും. അത് തന്നെയാണ് വ്യവസായ മലിനീകരണം തന്നെയാണ് ഇന്നത്തെ ഈ അർബുദത്തിനും കൂടെ കാരണമാകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ മായം കലരാതെ ഭക്ഷണം നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും? അപ്പോൾ ഞാനിപ്പോൾ ഒരു 10-25 കൊല്ലമായി, 10-20 കൊല്ലത്തിലധികമായി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങാറില്ല. മനസ്സിലല്ലേ? അവ വാങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പോലെ ഈ കുറച്ച് ആളുകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇലക്കറിയോ ഇതാണ് അതായത് ഉണ്ടാക്കുന്നതോ പിന്നെ അത്രയും വിശ്വാസപ്പെട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ ആ രീതിയിൽ മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ. അപ്പോൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് നമുക്കൊരു യുക്തി വേണം. രോഗത്തിൽ നിന്ന് മോചനം കിട്ടാൻ. നിങ്ങൾക്കറിയാം, പറങ്ങിക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന സമയം ഉണ്ടായിരുന്നു.
അത് നമ്മൾ കളക്കാൻ പോകുന്നുണ്ട് അങ്ങനെ. അതൊക്കെ തിന്നുമ്പോൾ എന്താ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്? ഫൈബർ കൂടുതലുണ്ട്. ഫൈബർ കണ്ടന്റ് ഭക്ഷണത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് മലബന്ധം ഉണ്ടാകുന്നത്. ഇന്ന് അധികം ആളുകൾക്ക് മലബന്ധമാണ്. ഒരാഴ്ചയൊക്കെ പിന്നെ മലം പോകാതെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ നമുക്ക് ഫൈബർ ഭക്ഷണത്തിന് മാത്രമേ സാധിക്കൂ. ഫൈബർ അടങ്ങിയ ഭക്ഷണം ഏതൊക്കെയാണ്? നമുക്ക് കൈതച്ചക്ക കഴിക്കാം, അതിൽ ഫൈബറുണ്ട്. അതുപോലെ നരമ്പടി കുത്തറോട്ട് ഇറങ്ങുന്ന പടവലില്ലേ, അതൊക്കെ ധാരാളം സാധനമുണ്ട്. നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ പിറകെ പോയി പിന്നെ പൊറോട്ട, ഇറച്ചി. ഇപ്പോൾ ഇറച്ചിൻ്റെ കാര്യത്തിൽ ഇവർ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കഴിക്കുന്ന ആരോടും എനിക്ക് എതിരില്ല. ഞാൻ ഇറച്ചി, മുട്ട, പാല്, പഞ്ചസാര, പൊടി, ഈ സാധനമൊന്നും ഞാൻ കഴിക്കാറില്ല. മദ്യം ഞാൻ കഴിക്കാറില്ല. പക്ഷേ നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഇത് മനസ്സിലല്ലേ? അപ്പോൾ ഒരു അനുഭവം കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ നമ്മൾ കിട്ടുന്ന ഫുഡെല്ലാം ഈ തരത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഭക്ഷണത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അത് തിരഞ്ഞെടുക്കുന്നതിലായിട്ടാണ് നമ്മൾ യുക്തി. ഇപ്പോൾ നമ്മൾ ലാബിൽ പോയി ചെക്ക് ചെയ്താൽ ഇപ്പോൾ ഒരു പ്രഷറിൻ്റെ ഒരു അടിമയായിട്ട് മാറ്റുന്ന ആരും അറിയോ? പ്രത്യേകിച്ച് ഡോക്ടർമാർ അതിലൊരു പങ്കിട്ട്. നിങ്ങൾ 4 ലാബിൽ പോവുക, 7 മണിക്ക് പോവുക, 8 മണിക്കുള്ളിൽ 4 ലാബിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. 4 തരം റിപ്പോർട്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇവിടെ നോക്കിക്കോ. അപ്പോൾ ഈ റിപ്പോർട്ട് ഏതെങ്കിലും ഒന്നും ചെയ്തിട്ട് പോയിട്ട് ഡോക്ടറെ കാണുമ്പോൾ അതിന് അവിടെ പ്രഷർ കൂടുതൽ കാണിച്ചിട്ടുണ്ടാവും. പ്രഷർ കൂടുന്നപ്പോഴാണ് രാവിലെ കുറയും. സമയം വൈകുന്നേരമൊക്കെ നമുക്ക് ടെൻഷൻ വന്നിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ 4 മണിക്ക് പോകുന്ന റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ 7 മണിക്ക്. അപ്പോൾ നോക്കിക്കോ, ചെക്ക് ചെയ്ത് പോയിട്ട് നിങ്ങൾ പോലെ നോക്കിക്കോ. അപ്പോൾ അതിനൊക്കെ നിയന്ത്രിക്കാൻ ഈ ഭക്ഷണത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഭക്ഷണം മലബന്ധമില്ലാത്തൊരവസ്ഥയാണ്. ഒരു തലകറക്കുണ്ടാവും മലബന്ധം കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ തന്നെ മാറുക. പിന്നെ നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ പോലെ സംഭവം 15 ഗ്രാം മതി നമ്മൾ അപകടത്തിൽ. മനസ്സിലായി? നമ്മളെപ്പോഴും ഇത് വാരി വിഴുങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു അസുഖം വരുമ്പോൾ പാരസെറ്റമോൾ ഭാഗം കഴിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ കൊറോണയുടെ ഇഞ്ചക്ഷൻ കിട്ടി. നമുക്ക് പുറത്ത് പോകുന്നതുകൊണ്ട് വെക്കേണ്ടി വരും. ഇപ്പോൾ പുത്തക്കാലം പോയിട്ട് എടുക്കുന്നൊന്നും വിളിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അല്ല ഞങ്ങൾക്ക് തരേണ്ട ഒരു കടമയുണ്ട്. ഞാൻ ആയിക്കോട്ടെ ഭാഗ്യം ഞാൻ വന്നു. അപ്പോൾ അതുകൊണ്ടല്ല പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന മരുന്നിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തേൻ്റെ ഉപയോഗം, ശുദ്ധമായ ഒരു തേൻ, അത് കുറച്ച് നമുക്ക് കഴിക്കാം. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എന്താകും, ഈ തേന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഗ്ലൂക്കോസിൻ്റെ ഫലം ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമ്മളത് കുറച്ചെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്ഷീണത്തിൽ നിന്ന് മാറും. ഗ്ലൂക്കോസിൻ്റെ ഫലമാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാവണം. പിന്നെ ഇതിൽ പറയുന്നത് പറഞ്ഞാൽ പുതുതായി ഉണ്ടാകുന്ന കോശങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും പറഞ്ഞത്. അപ്പോൾ ഈ പാരസെറ്റമോളിന് അശാസ്ത്രീയമായിട്ട് ഇപ്പോൾ 300ഓളം മരുന്നുകളാണ് കഴിഞ്ഞ മാസം ഇവിടെ നിർത്തൽ ചെയ്തത്, അല്ലേ? നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ അതുപോലെ ഓരോ ഘട്ടങ്ങളിലും ഈ നിർത്തൽ ചെയ്യുന്ന മരുന്നുകളുടെ എണ്ണം കൂടിക്കുക. അവർ പറയുന്നത് പാർശ്വഫലങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് ഗുണം കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ 5 or 10 വർഷം ഒരു കമ്പനി തഴച്ചു വളരുന്നത് വരെ ഈ മരുന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു ജനങ്ങളുടെ ഇടയിൽ. അതിനുശേഷമാണ് പറയുന്നത് അതിന് ഗുണനിലവാരം കുറവെന്നല്ലേ? അതല്ലേ ഇപ്പോൾ ഇവിടെ പറയുന്നത്? അപ്പോൾ അതിൻ്റെ പിന്നിലെ കഥ എന്താണ്? ഇപ്പോൾ ശാസ്ത്രീയം ഒരു കാര്യം ശാസ്ത്രീയമെന്ന് പറയണത് എന്തായിരിക്കണം? ഒരു രോഗത്തിന് മരുന്ന് വെച്ചാൽ രോഗം മാറണം. ഏത് രോഗമാണ് മാറാൻ പറ്റുന്നില്ലേ? അലോപ്പതി മാറ്റുന്നുണ്ടോ? തടഞ്ഞു നിർത്തിയാണ് ചെയ്യുന്നത്, അല്ലേ? പ്രമേഹത്തിനായാലും പ്രഷറിനായാലും അതിന് തടയുക മാത്രമാണ്, അല്ലേ? മാറ്റാനാവുന്നില്ല. മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 നില കെട്ടിടം 7 നില ആവില്ലല്ലോ. ആവുമോ? മാറുന്നില്ല എന്നുള്ളതിൻ്റെ ഒറ്റ തെളിവില്ലേ ഇത്? അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ കാര്യത്തിലാണ്. നമ്മൾ നേരെ ഭക്ഷണം കഴിച്ചാൽ അവർ കൂട്ടിയിട്ട് വീട്ടിലിരിക്കേണ്ടി വരും. കൊറോണ കാലത്ത് കുറേ സംഭവിച്ചാണ് അത്. കുറേ മരുന്ന് കഴിക്കാതെ ആൾക്കാർ സ്വസ്ഥമായി ജീവിച്ചത്, അല്ലേ? അങ്ങനല്ലേ? മരുന്ന് ആശ്രയിക്കാതെ ഇപ്പോൾ രോഗികൾ പറഞ്ഞിരുന്നു. അതെ. അപ്പോൾ ജലദോഷം എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഈ ആസ്മയ്ക്കൊരു കാരണമുണ്ട്. എന്താണ്? നിങ്ങൾക്കൊരു ജലദോഷം വന്നിട്ടുണ്ടാവും. ഈ ജലദോഷം നിങ്ങൾ എന്താക്കും? ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടറെ അടുത്ത് പോയാൽ എന്താക്കും? അവർ ഈ ജലദോഷം തന്നെ മരുന്ന് കൊടുക്കും. അപ്പോൾ ജലദോഷം വിഷമിക്കുന്നതിൽ കാണും. അതിന് ശേഷം വരുന്ന ചുമയായിരിക്കും. ചുമക്ക് വീണ്ടും പോയി അലോപ്പതി മരുന്നിലേക്ക്. 3ാമത്തെ സ്റ്റേജിൽ ചുമയും കൂടെ നിന്നു. സ്വാഭാവികമായിട്ട് കഫം പുറത്തു പോകേണ്ടത് നമ്മളെ തടഞ്ഞു നിർത്തി ശ്വാസകോശത്തിൽ അത് സർപ്രൈസായി. അതിന് ശേഷം വരുന്നതാണ് ആസ്മ. ഇപ്പോൾ ജന്മനാലുള്ള വേറെയുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം ആസ്മ വരുന്നത് നമ്മുടെ മരുന്നുകളുടെ ഉപയോഗമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ